വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ഇന്ന് നേരം പുലർന്നപ്പോൾ മുതലുള്ള ഒരു കാഴ്ചയാണ്. നേരം വെട്ടം വീണപ്പോൾ നാട്ടുകാർ നോക്കിയപ്പോൾ സ്റ്റേജിനകത്ത് വയലിൽ കോലം വെച്ചിരിക്കും പോലെ ഒരു രൂപം ഇരിക്കുന്നു. ഞെട്ടിപ്പോയി. കാര്യം സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയാണ്. അത് തുടങ്ങുന്നത് 11 മണിക്കാണ്. അതിലേക്ക് ആളെത്തുന്നത് 8:30-9 മണിക്ക് ശേഷമാണ്. ഇത് നേരം പരപരാ വെളുത്തപ്പോൾ സന്ദർഭത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെല്ലാം മീൻ പിടിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പുലർച്ചെ നോക്കിയ സന്ദർഭത്തിലാണ് എന്തോ ഒരു പ്രേതം ഇരിക്കും പോലെ സ്റ്റേജിനകത്ത് ഒരു രൂപം ഇരിക്കുന്നതായിട്ട് കാണപ്പെട്ടത്. ഒടുവിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് BJP സംസ്ഥാന പ്രസിഡന്റ് രായി മുതലാളി ഇന്നലെ വീട്ടിൽ പോയില്ല. ഒരു പരമ്പും തലയണയായിട്ട് വന്ന് ആ വേദിയിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് പല്ല് തേക്കാതെയും കുളിക്കാതെയും രാവിലെ എഴിച്ച് കസേരയിൽ അങ്ങ് ഇരിക്കുകയാണ്. ഞാനാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആള്, ഞാൻ ഒറ്റയ്ക്കാണ് ഇത് നിർമ്മിച്ചത്, എൻ്റെ ഫോട്ടോ എടുത്തോളൂ എന്ന നിലയ്ക്ക് ഒരു ഉളുപ്പുമില്ലാതെ കയറി ഇരിക്കുന്നത് നോക്കിയേ. കുമ്മനടിയുടെ ഏറ്റവും ഭീകരമായ വേർഷൻ, വല്ലാത്ത തരം തൊലിക്കട്ടി തന്നെ. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, കല്യാണമാണെന്ന് അറിഞ്ഞ ഉടനെ പണമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വകതിരിവും വിവരവും അത് അടുത്തൂടെ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് കണ്ടില്ലേ. ഒരു വലിയ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന വേദിയിൽ ഒരു വ്യക്തി എപ്പോഴാണ് അവിടെ പ്രവേശിക്കേണ്ടത്? പ്രധാന അതിഥി എത്തുമ്പോൾ അവർക്കൊപ്പം എത്തുന്നത് ഒരു മാന്യതയാണ്. പക്ഷേ തലേ ദിവസം തന്നെ അവിടെ പോയി പരമ്പും വിരിച്ച് കിടന്നിട്ട് പല്ലുപോലും തേക്കാതെ എണീറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ ഒരു വേദി ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ ചെയ്യാത്തവന് അതിന് അവസരം കിട്ടിയ അതുകൊണ്ട് ആറാട്ടെന്ന് പറയുന്നതായിരുന്നു ആ കണ്ടത്. എന്തായാലും കേരളത്തിലെ സംഘപരിവാറുകാരാണെങ്കിൽ അവന്മാരുടെ ഉളുപ്പില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ കണ്ടത്. അതിനെക്കുറിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞ വാചകം കൂടി നിങ്ങൾ കേൾക്കണം. ലജ്ജിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നടന്നു. നമ്മളിപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ അവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഏക രാഷ്ട്രീയ പാർട്ടിയുടെ ഏക അധ്യക്ഷനെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ മുമ്പിൽ നിങ്ങൾ നോക്കൂ, മുമ്പിലിരിക്കുന്നത് ധനകാര്യമന്ത്രി സദസ്സിലുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രിയെ നിങ്ങൾക്ക് സദസ്സിൽ കാണാം. മുൻ മന്ത്രിയും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് MV ഗോവിന്ദൻ മാഷ് എൻ്റെ തൊട്ട മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം MLA കൂടിയാണ്. മന്ത്രിസഭയിൽ അംഗമായ നമ്മളൊക്കെ ഇരിക്കുന്നില്ല. അപ്പോൾ വേദിയിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരാകെ കയറി ഇരിക്കേണ്ടതില്ല, നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി. അതാണ് അതിൻ്റെ ശരി. അതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. അത് കറക്റ്റ്. എല്ലാവരും വേണ്ട, നിശ്ചയിക്കപ്പെട്ടവർ ഇരുന്നാൽ മതി. എന്നാൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തുക? സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ വലിയൊരു ശതമാനം മന്ത്രിമാർ സദസ്സിലിരിക്കുമ്പോൾ ഒരു MLA പോലുമല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് സ്റ്റേജിലിരിക്കുക? ഇത് മലയാളി ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP വളരാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രംഗം. ആ പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവർ ആ വേദി കയറിയിട്ടില്ല. അതുവഴി വഴി പോലും നടന്നിട്ടില്ല. മെനങ്ങാന്ന് ഇവിടെ വന്നതേ ഉള്ളൂ. ആ വന്ന മഹാൻ ഇന്നലെ അവിടെ പരമ്പുമായിട്ട് വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ സംസ്ഥാന അധ്യക്ഷൻ ആ വേദിയിലേക്ക് വരേണ്ടതെങ്ങനെയാണ്? അവരുടെ നേതാവായ മോഡിയും കൂടി ആനയിച്ചുകൊണ്ട് വന്നാൽ അതിലൊരു അന്തസ്സുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പറയാണ്, മറ്റൊരു കിളിപോയ കേസിനെയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് വലിയ മാറ്റം വരാൻ പോവുകയാണ്. കേരളത്തിലെ സംഘപരിവാറിൻ്റെ അവസാനത്തെ ആണി അടിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വലിയ പ്രഹസനമാക്കിക്കൊണ്ട് പരിഹാസമാക്കിക്കൊണ്ട് അതിൻ്റെ നേതാവ് പായും വിരിച്ച് അവിടെ കിടന്നിട്ട് പല്ലിയേക്കാതെ എണീറ്റ് അവിടെ ഇരിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ് ആ രാഷ്ട്രീയ പാർട്ടി എന്ന് ഈ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയ അവസരമാണെന്നേ പറയാനുള്ളൂ. അവിടെ വേറെ ഇതിനാ അവിടെ കയറിയിരിക്കണേ. അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അവിടെ കയറി ഇരിക്കുക. അത് മണിക്കൂറിന് മുമ്പ് അദ്ദേഹം കയറി ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന എന്തിനാ? കാണുന്ന ജനങ്ങളോട് ഞാനാണ് ഇതിൻ്റെയൊക്കെ ആള് എന്ന് കാണിക്കാനാണ്. ഇത്ര അല്പത്തരം ഇത് കേരളം അംഗീകരിക്കില്ല.